Hi friends, healthy and tasty ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ 4 അവിച്ച മുട്ട, പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നാല് മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയും യൂസ് ചെയ്യാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കടലമാവാണ്. കടലമാവ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഞാൻ 1/4 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. കൈകൊണ്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് ഒരു വടയുടെ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ സൈഡ് അത്ര തിക്കാക്കി എടുക്കേണ്ട, ഒരു കുറച്ച് സൈഡ് ഇങ്ങനെ തിന്നായിട്ട് വരുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂണാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഹെൽത്തി എഗ് സ്നാക്ക് വയ്ക്കാം. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് ഇടുക. അതിനുശേഷം ഒരു 6 തൊട്ട് 7 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അത് നമ്മുടെ ഫ്ലെയിം അനുസരിച്ചിട്ട് ടൈം വ്യത്യാസം വരും. എന്നാലും ലോ ഫ്ലെയിമിൽ ഇട്ടാൽ ഒരു 6 തൊട്ട് 7 മിനിറ്റ് ആവും വെന്ത് വരും. ഓക്കെ, ഇപ്പോൾ 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓയിലൊന്നും ഇതിൽ അബ്സർവ് ആയിട്ടില്ല. നമ്മൾ ഒഴിച്ച ഓയിൽ അതുപോലെ തന്നെ ഉണ്ട്, കുറച്ച് മാത്രമാണ് അബ്സർവ് ആയിട്ടുള്ളത്. ഓക്കെ, മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരു 5 മിനിറ്റ് നമുക്കൊന്നും കൂടെ വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ വളരെ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹെൽത്തി എഗ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എഗ് ടിക്കിയെന്നോ അല്ലെങ്കിൽ എഗ് കട്ട്ലറ്റ് എന്നൊക്കെ വിളിക്കാം. ഒട്ടും തന്നെ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല, എന്നാൽ ഹെൽത്തിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെയും മെയിലിലൂടെയും അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ, ബൈ.